ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് ഒരു മേക്കപ്പ് ലുക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ആരുടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയ മനോജ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ ആളുടെ ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണം പറഞ്ഞൂടാ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ലുക്കാണ് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതിലൊരു ഡ്രസ്സൊന്നും കാണാനില്ല, നമ്മൾ ഷോള് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഷോള് വേറെ നമുക്ക് ഇടാം കേട്ടോ. അപ്പം നമ്മളൊരു മേക്കപ്പ് ലുക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ നിവ്യയുടെയാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നായ കാരണം ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളെ മുഖത്ത് നല്ലോണം മോയ്സ്ചറൈസേഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ സിറം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ എടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മമേർത്തിൻ്റെ ഫൗണ്ടേഷൻ പ്ലസ് നമ്മുടെ എൻവേബയുടെ സ്ട്രോപ്പ് ക്രീം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊന്നുകൂടി ഉപയോഗിക്കുന്നത്. ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ആദ്യമൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. നല്ല ഫൗണ്ടേഷനാണ്. നമുക്ക് ഫൗണ്ടേഷനോട് തന്നെ ഒരു ഇഷ്ടം, ഒരു പ്യോർ തോന്നുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി സിറം പ്ലസ് ഫൗണ്ടേഷനാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമൊന്നും കൂടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതിന് ആത്മാവൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ കുറച്ചെടുത്തു. ഇനി ചെയ്യാൻ നമുക്ക് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ കണ്ണ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു ഭംഗി എന്ന് കണ്ണെന്നുള്ള ഓക്കെ, മനസ്സിലായല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അവർ കാജൽ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കാജൽ വെച്ചിട്ട് എഴുതി നോക്കാം. അതിലൊരു സ്മോക്കി ഐസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കും ഒരു സ്മോക്കി ഐസ് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മളിപ്പോൾ കണ്ണ് സ്മോക്കി ഐസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ബ്ലാക്ക് ഐ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഷെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നമ്മൾ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒന്ന് ഭംഗി വരും. നമ്മൾ മേലത്തെ ഐ മേക്കപ്പ് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ എഴുതണം കേട്ടോ. ഇത് എഴുതിയിട്ട് വരാം. ഇപ്പം നമ്മൾ അടിയിലും എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് മസ്കാരയൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ലാസ്റ്റ് എല്ലാ മേക്കപ്പും ചെയ്ത് വരുമ്പോൾ ശരിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശബ്ദം കേൾക്കണ്ട കേട്ടോ, താഴെ പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ മസ്കാര ഇട്ട് കൊടുക്കാം. അവരുടെ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിരിക്കും. അവർ നല്ല രീതിക്ക് തന്നെ അടിയൻ താഴെ മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഐ മേക്കപ്പ് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. അവർക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്. എനിക്ക് അത്ര തിക്കായിട്ടുള്ള ഐബ്രോസ് അല്ല, പക്ഷെ നമുക്ക് ഏകദേശം സെറ്റാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഐബ്രോ ഞാൻ തിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്കത് കാണുമ്പോൾ മറ്റേ ഭഗീരഥൻ പിള്ളയുടെ പോലെ തോന്നും, പക്ഷേ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് വരുമ്പോൾ അത് സെറ്റാവും കേട്ടോ. പിന്നെ അടുത്തായിട്ട് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഏകദേശം എൻ്റെ പോലെ ഭയങ്കര ചബ്ബി ആയിട്ടുള്ള ഫേസാണ്. എന്നേക്കാളും ചബ്ബി ആയിട്ടുള്ള ഫേസാണ്, പക്ഷെ എന്നാലും അവർക്ക് കുറച്ചും കൂടി ഒരു ഷാർപ്നെസ് ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ സ്വന്തം ബ്ലഷ് ഇടാൻ പോവാണ്. ആ ഫോട്ടോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അവരിവിടെ ഇങ്ങനെ ചുകന്ന പോലെയാണ് ഇരിക്കുന്നത്. നല്ലോണം സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഒന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ക്രീം ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. ക്രീം ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി വന്നിട്ട് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാത്രം പൗഡർ ബ്ലഷ് എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം എടുത്തിട്ട് പൗഡർ ബ്ലഷും കൂടി അപ്ലൈ ചെയ്യാം. ആ ഫോട്ടോയിൽ അവരെനിക്ക് ഹൈലൈറ്റർ ഇട്ടതായിട്ട് ഫീൽ ചെയ്തില്ല, പക്ഷെ എന്നാലും കുറച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഒരു സമാധാനത്തിന് വളരെ കുറച്ച് മാത്രം എടുക്കാം.
അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഇവൻ അവർ നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്ത് ലിപ് ലൈൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ മമ്മേർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് കാണാനില്ല, എവിടെയാണെന്നും കാണുന്നില്ല, എൻ്റെ ബോക്സിലും ഒന്നും കാണുന്നില്ല. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി വെക്കാം. അത് ഞാൻ മാൾസിൻ്റെ ഗേൾ പവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ലിപ് ലൈനും മാൾസിൻ്റെ ലിപ്സ്റ്റിക്കും ചേർന്നപ്പോൾ അവരിട്ടുള്ള ഏകദേശം ഷെയ്ഡായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. മമ്മേർത്തിൻ്റെ ലിപ്സ്റ്റിക് എൻ്റെ ഒരു കാണാനില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് പൊട്ട് വെക്കലാണ്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ളൊരു പൊട്ട് വെച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കുത്താം, ഐലൈനറോട്ട് കുത്തിട്ട് നോക്കി വെക്കാം. ഈ ഒരു കമ്മല് ആ ഒരു റിങ് പോലത്തെ ഒരു മൂക്കുത്തിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മൂക്കുത്തി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരിക്കലും അവരെ പോലെ ഞാനാവില്ല. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യുമ്പോൾ ഏകദേശം എന്താ പറയുക, ആ ഒരു മേക്കപ്പാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവരെ പോലെ എനിക്ക് ആവാനും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. ഐബ്രോ അവരെ നല്ല കട്ടിയുള്ള ഐബ്രോ ആണ്, ഞാൻ അതുപോലെ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓവറായിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ മുടി പിന്നെ അവരെ ഫ്രീ ഹെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പറയാം, ഇഷ്ടമായില്ലെങ്കിലും അത് പറയാം. അപ്പോൾ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും